ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ണോട്ട് സൈക്കിളിനെ കുറിച്ചാണ്. എന്താണ് ഈ കണ്ണോട്ട് സൈക്കിൾ? നമ്മൾ ഓൾറെഡി ഒരു ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് കണ്ടു. ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്നത് ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ഹീറ്റ് എടുത്തു, എന്നിട്ട് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്തു. അതിനൊപ്പം തന്നെ ഇത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഇൻ എ സൈക്കിൾ. അതായത് തുടക്കം ഏത് സ്റ്റേറ്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റേറ്റിൽ തന്നെ അത് തിരിച്ചു വരും. അതിനെയാണ് ഒരു ഹീറ്റ് എഞ്ചിൻ അതിനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. എല്ലാ ഹീറ്റ് എഞ്ചിനും ഒരു വർക്കിംഗ് മീഡിയം ഉണ്ട്. ചിലപ്പോൾ അത് എയർ ആകാം, ചിലപ്പോൾ അത് റെഫ്രിജറൻ്റ് ആകാം, ഒരു റെഫ്രിജറേറ്ററിൽ അത് റെഫ്രിജറൻ്റ് ആകാം. അങ്ങനെ ഒരു വർക്കിംഗ് മീഡിയം ഉണ്ട്. ഇപ്പോൾ ഈ വർക്കിംഗ് മീഡിയം ഏത് സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്തു തിരിച്ച് അതേ സ്റ്റേറ്റിൽ തന്നെ എത്തും. അതിനെയാണ് നമ്മളൊരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈക്കിൾ. ഏത് സൈക്കിളിനെ അനുസരിച്ചാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് കണ്ടു. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് ആയിരിക്കും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അപ്പം നമ്മുടെ കർണോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അപ്പോൾ പല പ്രോസസ്സ് കൂടിയായിരിക്കും ഒരു സൈക്കിൾ വരുന്നത്. അതിലെ എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് കർണോട്ട് സൈക്കിളിനെ നമ്മൾ റിവേഴ്സിബിൾ സൈക്കിൾ എന്നുകൂടി പറയും. നമ്മുടെ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹീറ്റ് എഞ്ചിൻ സൈക്കിളിനെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൈക്കിൾ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ സൈക്കിളാണ്. അപ്പോൾ അതിനെ വേറൊരു പേരാണ് നമ്മൾ കർണോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സസ് എല്ലാം റിവേഴ്സിബിൾ ആണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും. ഇതിനെ നമ്മൾ റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് വിളിക്കും. അപ്പോൾ കർണോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ സൈക്കിൾ. അപ്പോൾ നമുക്ക് കർണോട്ട് സൈക്കിൾ നോക്കാം. കർണോട്ട് സൈക്കിൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് പല പ്രോസസ്സ് കൂടിയതാണ്. അപ്പോൾ കർണോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് 4 മെയിൻ പ്രോസസ്സസ് കൂടിയാണ്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ. ഫസ്റ്റ് പ്രോസസ്സ് ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു പിസ്റ്റൺ കാണാം, അതുപോലെ ഇതൊരു സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഈ പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിയിൽ ദർ ഇസ് എ വർക്കിംഗ് മീഡിയം. അപ്പോൾ നമ്മൾ സാധാരണ എയറോ ഏതെങ്കിലും ഒരു വർക്കിംഗ് മീഡിയം ഗ്യാസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിൽ ആദ്യം നടക്കുന്നത് നമ്മൾ ഒരു തെർമൽ റിസർവോയറിൽ നിന്ന് ഒരു ഹീറ്റ് ഈ ഗ്യാസിലേക്ക് നമ്മുടെ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ അകത്തുള്ള ഗ്യാസിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ. അപ്പോൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടെമ്പറേച്ചർ TH. ഇത് TH ടെമ്പറേച്ചറിലാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഹീറ്റ് QH അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. റൈറ്റ്, അപ്പം ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഈ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് വളരെ സ്ലോ പ്രോസസ്സാണ്. ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു, ടെമ്പറേച്ചർ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. കാരണം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സോഴ്സിലാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെ റിവേഴ്സിബിൾ ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ. അപ്പോൾ പിസ്റ്റൺ 1ൽ നിന്ന് നേരെ പൊസിഷൻ 2ലേക്ക് പോയി, അതായത് അത് എക്സ്പാൻഡ് ചെയ്തു. സെക്കൻഡ് നടക്കുന്നത് ഫർദർ എക്സ്പാൻഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ എനർജി സോഴ്സിനെ മാറ്റിയിട്ട് പകരം ഇതിനെ ഇൻസുലേഷൻ ബോഡി അതിലേക്ക് വെച്ചു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആയി. അപ്പോൾ ഈ പിസ്റ്റൺ ഫർദർ എക്സ്പാൻഡ് ചെയ്യാം. ഇതിന് ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹീറ്റ് പുറത്തോട്ട് പോകുന്നില്ല. അഗെയിൻ ദിസ് ഇസ് എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ TH നിന്ന് നേരെ TLലേക്ക് ഡ്രോപ്പ് ചെയ്തു, ടെമ്പറേച്ചർ കുറഞ്ഞു ഡ്യൂറിങ് ദിസ് എക്സ്പാൻഷൻ. അപ്പോൾ 2ൽ നിന്ന് നേരെ 3ലെത്തി. അപ്പോൾ ഇതൊരു പിസ്റ്റൺ ഈ പൊസിഷനിൽ എത്തി. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് 3 to 4 ഇതൊരു ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹീറ്റ് സിങ്ക് ഇവിടെ കൊണ്ടുവന്നു. ദർ ഇസ് എ ഹീറ്റ് സിങ്ക് അറ്റ് ടെമ്പറേച്ചർ QL. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതിൽ ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ TL ആണ്. അപ്പോൾ ഈ ഹീറ്റ് ഇങ്ങോട്ട് റിജക്റ്റ് ചെയ്യും. അഗെയിൻ ദിസ് ഇസ് എൻ ഐസോതെർമൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. ദിസ് ഇസ് എ റിവേഴ്സിബിൾ ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ. ഹീറ്റ് റിജക്റ്റ് ചെയ്യുമ്പോൾ ഇത് കംപ്രസ് ചെയ്യുന്നു. ഈ പിസ്റ്റൺ 3ൽ നിന്ന് 4ലേക്ക് ഇത് കംപ്രസ് ചെയ്തു. റൈറ്റ്, അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. 4ൽ നിന്ന് നേരെ 1ലേക്ക് പോയി. റൈറ്റ്, അപ്പോൾ അഗെയിൻ
നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻസുലേഷൻ കൊണ്ടുവന്നു, തെർമൽ എനർജി സിങ്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു ഇൻസുലേഷൻ ബോഡി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് പിസ്റ്റൺ നേരെ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അത് കംപ്രസ് ചെയ്യുകയാണ്. ഈ കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ TLന്ന് നേരെ TH ആയിട്ട് കൂടി 4ൽ നിന്ന് 1ലേക്ക്. അപ്പം വീണ്ടും ഈ പിസ്റ്റൺ പഴയ പൊസിഷൻ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് TH ടെമ്പറേച്ചറിൽ ഈ പൊസിഷനിലായിരുന്നു, തിരിച്ച് ആ സ്റ്റേറ്റിലേക്ക് തന്നെ എത്തി, 1ലേക്ക് തന്നെ എത്തി. അങ്ങനെ ഇതൊരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് 4 പ്രോസസ്സ് കൂടിയതാണ്. എല്ലാം പ്രോസസ്സും റിവേഴ്സിബിൾ ആണ്. ഫസ്റ്റ് വൺ ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ, then you have adiabatic expansion, then isothermal heat rejection, then adiabatic compression. ഈ 4 പ്രോസസ്സ് കൂടിയതാണ് ഒരു കാർനോട്ട് സൈക്കിൾ. അടുത്ത് നമ്മൾ കാർനോട്ട് സൈക്കിൾ ഒരു പ്രഷർ വോളിയം ഡയഗ്രത്തിൽ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു PV ഡയഗ്രാം, അതായത് പ്രഷർ വോളിയം നമുക്ക് ത്രൂ ഔട്ട് മെഷർ ചെയ്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനർജി സോഴ്സ്, അത് ഹീറ്റ് അഡീഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്. അപ്പോൾ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, പക്ഷേ പ്രഷർ കുറയും, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും, വോളിയം കൂടും. നമുക്കിതിൽ കാണിക്കാൻ പറ്റുന്നത് സി 1 2, ദിസ് ഇസ് ആൻ ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് 1 to 2. സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ THന്ന് നേരെ TL ആവും, പ്രഷർ കുറയും, വോളിയം കൂടും. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ് 2 to 3. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഓക്കെ. സോ അടുത്തതെന്ന് പറയുന്നത് 3 to 4 പ്രോസസ്, 3 to 4 ആണ്. ദിസ് ഇസ് ആൻ എനർജി സിങ്ക്. ഇപ്പോൾ ഹീറ്റ് ഈ പിസ്റ്റൺ ഈ പൊസിഷനിൽ നിന്ന് അഗെയിൻ ഇത് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. ഇപ്പോൾ എനർജി സിങ്ക് അറ്റ് TL ടെമ്പറേച്ചറിൽ ഇത്രയും QL റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ പിസ്റ്റൺ പൊസിഷൻ 3ന്ന് 4ലേക്ക് പോയി. സോ ദിസ് ഇസ് എ ഐസോതെർമൽ റിജക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഐസോതെർമൽ റിജക്ഷൻ പ്രോസസ്സ് ഇതാ ഇങ്ങനെയാണ് കാണിക്കുന്നത് 3 to 4ൽ. അപ്പോൾ ഈ പ്രോസസ്സ് നമുക്കറിയാം പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു. അടുത്തത് ദിസ് ഇസ് എ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്. അപ്പോൾ ഇത് നമ്മൾ PV ഡയഗ്രത്തിൽ 4ൽ നിന്ന് നേരെ 1ലേക്കാണ് മൂവ് ചെയ്യുന്നത്, അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്. ഈ 4 പ്രോസസ്സ് കൂടിയതാണ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ നമുക്ക് PV ഡയഗ്രത്തിൽ കാണിക്കാം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ നമുക്ക് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന 2 പ്രോപ്പർട്ടീസും പ്രഷറും വോളിയമാണ്. PV ഡയഗ്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 to 2ൽ TH കോൺസ്റ്റന്റ് ആണ്, 3 to 4ൽ TL കോൺസ്റ്റന്റ് ആണ്. Then you have the reversed Carnot cycle. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ ചെയ്യുന്നത് നമുക്ക് ഇതൊരു റിവേഴ്സിബിൾ സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. അതുകൊണ്ട് തന്നെ ഈ കാർനോട്ട് സൈക്കിൾ നമുക്ക് നേരെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിവേഴ്സിബിൾ സൈക്കിൾ വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത് 4 to 3, 3 to 2, 2 to 1 and 1 to 4. ഇതിൽ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ QL അബ്സോർബ് ചെയ്തു, അതായത് 4 to 3 പ്രോസസ്സിൽ, ദെൻ 3 to 2 കംപ്രസ് ചെയ്തു, എന്നിട്ട് QH റിജക്റ്റ് ചെയ്തു. QL അബ്സോർബ് ചെയ്തു, എന്നിട്ട് QH ഹൈ ടെമ്പറേച്ചറിലേക്ക് റിജക്ട് ചെയ്തു. അപ്പോൾ ഇതൊരു റെഫ്രിജറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. നേരത്തെ നമ്മൾ കാർനോട്ട് സൈക്കിൾ ഒരു ഹീറ്റ് എഞ്ചിനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊരു റെഫ്രിജറേറ്ററിലാണ്. കാരണം റെഫ്രിജറേറ്ററിൽ നടക്കുന്നത് ഇവിടുന്ന് QL നമ്മൾ അബ്സോർബ് ചെയ്തു, ഇവിടെ QH നമുക്ക് റിജക്റ്റ് ചെയ്തു, എന്നിട്ട് നമ്മളൊരു വർക്ക് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് റെഫ്രിജറേറ്ററിലേക്ക്.